കൂടിയാണ്. അതായത് നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നീ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നത് നിന്നെക്കാളും നിന്റെ ദൈവമാണ്. ദൈവത്തിന് ആഗ്രഹമുണ്ട് നീ ഇതിൽ നിന്നൊന്ന് വെളിയിൽ വരണം, നീ ഒന്ന് പുറത്ത് കിടക്കണം, നീ ഒന്ന് അനുഗ്രഹത്തോടെ ജീവിക്കണം, നീ കർത്താവിൻ്റെ നാമത്തിൽ സമാധാനത്തോടെ കഴിയണം. ഇത് ദൈവത്തിന് ആഗ്രഹമുണ്ട്. കർത്താവ് എപ്പോഴും എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ ശ്രദ്ധ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കേണ്ട, ഇത് നമ്മളോട് പറഞ്ഞ് നമ്മുടെ മനസ്സ് ഇത് സമ്മതിക്കാൻ തയ്യാറല്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് അൽഫോൻസാമയും അന്തോണീസിനെയും മാത്രമേ ദൈവം നോക്കുന്നുള്ളതാണ്. നമ്മുടെ വിചാരം ഗീവർഗീസ് പുണ്യാളനെയും ബഹനാം പുണ്യാളനെയും മാത്രമേ ദൈവം കാണുന്നുള്ളതാണ് നമ്മുടെ വിചാരം. ബൈബിൾ പറയുകയാണ്, നീ സൃഷ്ടിക്കപ്പെട്ട നിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. നിന്നെ വീട്ടുകാർക്ക് വേണ്ടെങ്കിലും നാട്ടുകാർക്ക് വേണ്ടെങ്കിലും കൂട്ടുകാർക്ക്